Hi, Aith. Welcome back to my channel. Last class we were discussing about how to factorize by using the technique regrouping. ലാസ്റ്റത്തെ ക്ലാസ്സിൽ നമ്മൾ 4 ടേംസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ റീഗ്രൂപ്പിങ്ങിലൂടെ അഥവാ കോമൺ ഫാക്ടറുള്ള ടേംസ് ഒരുമിച്ച് എഴുതി അതിനുശേഷം അതിങ്ങനെ ഗ്രൂപ്പാക്കി ഓരോ ഗ്രൂപ്പിൽ നിന്നും ഓരോ ടേം കോമൺ ഔട്ട്സൈഡ് എടുത്ത് ഫാക്ടറൈസേഷൻ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഈ വീഡിയോ കാണുന്നവരുടെ കൂട്ടത്തിൽ കഴിഞ്ഞ വീഡിയോ കാണാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ വീഡിയോ നിർബന്ധമായിട്ടും കാണണം. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ അത്രയും ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റായിരുന്നു പഠിച്ചത്. 4 ടേംസ് ഉള്ളൊരു എക്സ്പ്രഷൻ, അതിൽ 4ലും കൂടെ കോമൺ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ പലതിലും കോമൺ ഉണ്ടാവും. അപ്പോൾ കോമൺ ആയിട്ടുള്ളതിനെ നമ്മൾ റീഗ്രൂപ്പിങ്ങിലൂടെ ഒരു ഗ്രൂപ്പ് ആക്കിയതിന് ശേഷം കോമൺ ഔട്ട്സൈഡ് എടുത്ത് ചെയ്തപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റി. സോ റീഗ്രൂപ്പിംഗ് 4 ടേമുള്ള എല്ലാ ക്വസ്റ്റ്യനിലും തന്നെ നമ്മൾ 4 ടേംസ് ഉണ്ടെങ്കിൽ 2 ടേംസിന് വെച്ച് നമ്മൾ കോമൺ ഉള്ള, അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് റീഗ്രൂപ്പിംഗ് എന്ന ഒരു സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചത് 4 ടേംസ് ഉള്ള ക്വസ്റ്റ്യൻ. ഈ 4 ടേംസിലും കൂടെ കോമൺ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കോമൺ ഉള്ള 2 ടേംസുകൾ ഏതൊക്കെ 2 ടേംസാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ചിലപ്പം ഇതിലും ആയിരിക്കും ഒരുപോലെ കോമൺ ഉള്ളത്, ചിലപ്പോൾ ഇതിലും ആയിരിക്കും കോമൺ ഉള്ളത്, ചിലപ്പോൾ ഇതിലും ആയിരിക്കും, ചിലപ്പോൾ ഇതിലും ആയിരിക്കും. അങ്ങനെ കോമൺ ഉള്ള 2 എണ്ണത്തിന് അടുപ്പിച്ചെഴുതുന്നു. എന്നിട്ട് അതിൽ നിന്നും കോമൺ ഔട്ട്സൈഡ് എടുത്ത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ അങ്ങനെയൊക്കെ എഴുതി ഇവിടെയും കോമൺ ഔട്ട്സൈഡ് എടുത്ത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ബാക്കിയുള്ളത് എഴുതുന്നു. അടുത്ത സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കും, ഈ 2 ടേമിൽ നിന്ന് നമ്മളൊരു കോമൺ എടുത്തു, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 2 വരും അല്ലേ. ഇതിൽ നിന്നും ഒരു കോമൺ എടുത്തു, ബ്രാക്കറ്റിനുള്ളിൽ 2 വരും. അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള സംഭവം സെയിം ആയിട്ട് വരും. അങ്ങനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ സെയിം ആയിട്ടുള്ളതിന് വീണ്ടും കോമൺ ആണെന്ന് പറഞ്ഞ് ഔട്ട്സൈഡ് എടുത്ത് ഇവിടെയുള്ള നമ്പർ ഇവിടെ എഴുതും, ഇവിടെയുള്ള നമ്പർ ഇവിടെ എഴുതും. സോ ഇങ്ങനെ ഒരു ഡോട്ട് ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഡോട്ട് ഇട്ടിട്ടാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. സോ അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഫാക്ടറൈസേഷൻ യൂസിങ് ഐഡൻറ്റിറ്റീസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റീസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഫാക്ടറൈസേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഫാക്ടറൈസേഷനിൽ നമ്മൾ ഐഡൻറ്റിറ്റി ഉപയോഗിച്ചില്ല. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിച്ച ഒരു ക്വസ്റ്റ്യൻസിലും ഐഡൻറ്റിറ്റി നമ്മൾ യൂസ് ചെയ്തില്ല. ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഐഡൻറ്റിറ്റീസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഫാക്ടറൈസേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഫാക്ടറൈസേഷനിൽ ഐഡൻറ്റിറ്റീസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് നമ്മളിത് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ഐഡൻറ്റിറ്റിയിൽ എന്താണ് ഫാക്ടറൈസേഷൻ ഐഡൻറ്റിറ്റി ഇമ്പോർട്ടൻസ് എന്താണ്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റീസ് നമ്മൾ എവിടെ പഠിച്ചതാണ് നിങ്ങൾക്കറിയാം, ഓർമ്മയുണ്ടാവും. ആൾജിബ്രായിക് എക്സ്പ്രഷൻസ് ആൻഡ് ഐഡൻറ്റിറ്റീസ് എന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലാണെന്ന് തോന്നുന്നു നമ്മൾ ഈ ഐഡൻറ്റിറ്റീസ് ഒക്കെ പഠിച്ചതാണ്. സോ ആ സെയിം ഐഡൻറ്റിറ്റി തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങൾക്കൊരു ബേഡൻ അല്ല, നിങ്ങൾ ഓൾറെഡി ബൈ ഹാർട്ട് പഠിച്ച ഐഡൻറ്റിറ്റീസാണ്. സോ നമ്മൾ ബൈ ഹാർട്ട് പഠിച്ച ഐഡൻറ്റിറ്റീസ് നമ്മൾ എങ്ങനെ ഈ ഫാക്ടറൈസേഷൻ അപ്ലൈ ചെയ്യുന്നു നോക്കാം. സോ ഫസ്റ്റ് ഐഡൻറ്റിറ്റി ഈസ് a plus b all square. When it expand, it becomes a square plus 2ab plus b square. And second identity is a minus b all square. When it expand, a square minus 2ab plus b square. And third identity is a plus b into a minus b is nothing but a square minus b square. So I repeat, first identity is a. Now you can write the identities. So you can give the side heading as factorization using identities, and just below that you can write all the identities. First identity is a plus b all square is equal to a square plus 2ab plus b square, and second identity is a minus b all square is equal to a square minus 2ab plus b square, and third identity is a plus b into a minus b is equal to a square minus b square. സോ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ ആൾജിബ്രായിക് എക്സ്പ്രഷൻസ് ആൻഡ് ഐഡൻറ്റിറ്റീസിൽ ഉപയോഗിച്ച ടൈപ്പിലല്ലായിരിക്കും നമ്മളിവിടെ ഐഡൻറ്റിറ്റീസ് ഉപയോഗിക്കാൻ പോകുന്നത്. വേറൊരു കേസായിട്ട് തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതുപോലെ അവിടെ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി ഡയറക്റ്റായിട്ട് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് അത്ര ഒരു എളുപ്പം തോന്നിയേക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, ഓരോ പ്രോബ്ലത്തിലും നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കുക. ആൻഡ് ഷാൾ വി മൂവ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ യു ക്യാൻ റൈറ്റ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫാക്ടറൈസ് 8 square plus 8a plus 16. So what we are going to do is, we have learned few identities right now. We are going to apply these identities in problems, or I am going to explain how we can use these identities to factorize a problem. അപ്പം അതിൻ്റെ കൂടെ ഒരു കാര്യം ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നു. എല്ലാ ക്വസ്റ്റ്യനിലും നമുക്ക് ഐഡൻറ്റിറ്റീസ് ഉപയോഗിക്കാൻ പറ്റില്ല. എല്ലാ ഫാക്ടറൈസ് പ്രോബ്ലത്തിലും നമുക്ക് ഐഡൻറ്റിറ്റീസ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഐഡൻറ്റിറ്റീസ് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോബ്ലം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റീസ് ഉപയോഗിക്കാതെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ റീഗ്രൂപ്പിങ്ങും റീഗ്രൂപ്പിങ്ങിന് മുമ്പ് കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സുകളിൽ എടുത്ത പോലത്തെ സാധാരണ ഫാക്ടറൈസേഷൻ മെത്തേഡ് ഏതൊക്കെ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാം, ഐഡൻറ്റിറ്റീസ് ഏതൊക്കെ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാം എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ശ്രദ്ധിച്ചിരിക്കുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് a square plus 8a plus 16. How to factorize this question by using identities.
ഓക്കെ. സോ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഐഡൻറ്റിറ്റി ഉപയോഗിക്കാതെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. അതായത് നമ്മൾ ഐഡൻറ്റിറ്റി ഉപയോഗിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കഴിഞ്ഞതിന് മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച സാധാരണ ഫാക്ടറൈസേഷൻ ഉപയോഗിച്ച് നമുക്കിതിന് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് ചിന്തിക്കാം. അതായത് നിങ്ങൾക്ക് എങ്ങനെ, പല കുട്ടികൾക്കും ചില സംശയം ഉണ്ടാവും, ഈ പ്രോബ്ലത്തിൽ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് ചെയ്യണോ അതോ സാധാരണ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച പോലെ സാധാരണ കോമൺ ഔട്ട്സൈഡ് എടുത്ത് ചെയ്യണോ, അങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകൾ വരും. ഇപ്പോൾ ഏത് പ്രോബ്ലത്തിൽ ഐഡൻറ്റിറ്റി ഉപയോഗിക്കാം, ഏത് പ്രോബ്ലത്തിൽ സാധാരണഗതിയിൽ കോമൺ ഔട്ട്സൈഡ് എടുത്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഈ ക്വസ്റ്റ്യനിൽ കോമൺ ഉണ്ടോ? മൂന്നിലും കോമൺ ഉണ്ടോ? ഇതിലും എ കോമൺ ഉണ്ട്. ഫസ്റ്റിലും സെക്കൻഡിലും എ കോമൺ ഉണ്ട്, പക്ഷേ തേർഡിൽ എ ഇല്ല. ഇനി രണ്ടാമത്തേലും മൂന്നാമത്തേലും ടേം ഇവിടെ 8 ഉണ്ട്, ഇവിടെ 16. 8ലും 16ലും 8 കോമൺ ഉണ്ട്, പക്ഷേ ഇതിൽ 8 ഇല്ല. അതായത് മൂന്നിനും കൂടെ ഒരു കോമൺ ഇല്ല. പിന്നെ റീഗ്രൂപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ എത്ര ടേംസ് വേണം? 4 ടേംസ് വേണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച റീഗ്രൂപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 4 ടേംസ് വേണം. ഇതിൽ 4 ടേംസ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്ത് പറ്റില്ല? റീഗ്രൂപ്പിംഗ് പറ്റില്ല. ഇനി അടുത്തത്, കോമൺ ഔട്ട്സൈഡ് എടുക്കാൻ ഇതിന് മൂന്നിനും കൂടെ കോമൺ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് കോമൺ ഔട്ട്സൈഡ് എടുക്കുന്ന രീതിയും പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഏത് രീതിയേ ഉള്ളൂ? പിന്നെ നമുക്ക് ഐഡൻറ്റിറ്റി ഉപയോഗിക്കാൻ പറ്റുമെന്ന് ആലോചിക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ റീഗ്രൂപ്പിംഗ് പോസിബിൾ ആയിരുന്നെങ്കിൽ റീഗ്രൂപ്പിംഗ് നിങ്ങൾക്ക് ചെയ്യാം, ഐഡൻറ്റിറ്റി ഉപയോഗിക്കണമെന്നൊരു നിർബന്ധമില്ല. പിന്നെ എല്ലാത്തിലും കൂടെ കോമൺ ഉണ്ടെങ്കിൽ ആ കോമൺ ഔട്ട്സൈഡ് എടുത്താൽ മാത്രം മതി, വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട. പക്ഷേ ഇവിടെ ആ 2 മെത്തേഡും പറ്റാത്ത സ്ഥിതിക്ക് നിങ്ങളിപ്പം ഐഡൻറ്റിറ്റീസ് ഉപയോഗിക്കുന്നതിന് നിവർത്തിയുള്ളൂ. അപ്പോൾ ഏത് ഐഡൻറ്റിറ്റി ഉപയോഗിക്കും? ഇതിലെങ്ങനെയാണ് അത് മനസ്സിലാവുക? അപ്പം നിങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഈ ഒരു സാധനം ഏത് ഫോർമാറ്റിലാണെന്ന് നിങ്ങൾ നോക്കുക. ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട്, ഈ ക്വസ്റ്റ്യൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ. നിങ്ങളുടെ ലോജിക്ക് ഉപയോഗിച്ച് കുറേ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കാം. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അത് ഏത് ഐഡൻറ്റിറ്റീൻ്റെ ഫോർമാറ്റിലാണെന്ന് കണ്ടുപിടിക്കണം. നോക്കി, ഇവിടെ എത്ര ടേംസ് ഉണ്ട്? 1, 2, 3, 3 ടേംസ് ഉണ്ട് അല്ലേ? ഈ ഐഡൻറ്റിറ്റിയിൽ 3 ടേമുള്ള ഐഡൻറ്റിറ്റി ഏതാണ്? ഈ ഐഡൻറ്റിറ്റിയിൽ എത്ര ടേം ഉണ്ട്? ഈ ഐഡൻറ്റിറ്റിയിൽ എത്ര ടേം ഉണ്ടെന്ന് ചോദിക്കുമ്പം ആ ഐഡൻറ്റിറ്റിയുടെ റൈറ്റ് സൈഡിൽ എത്ര ടേം ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഐഡൻറ്റിറ്റിയിൽ എത്ര ടേം ഉണ്ട്? അപ്പം 1, 2, 3. ഈ ഐഡൻറ്റിറ്റിയിൽ എത്ര ടൈം ഉണ്ട്? 1, 2, 3. ഈ ഐഡൻറ്റിറ്റിയിൽ എത്ര ടൈം ഉണ്ട്? 1, 2. ഈ ഐഡൻറ്റിറ്റിയിൽ ആകെ 2 ടൈമുള്ളൂ. ഈ ഐഡൻറ്റിറ്റിയിൽ 3 ടൈമുണ്ട്, ഈ ഐഡൻറ്റിറ്റിയിൽ 3 ടൈമുണ്ട്. അപ്പോൾ ഇത് 2 ടൈമുള്ളൂ. ഇവിടെ എത്ര ടൈമുണ്ട്? 3 ടൈമുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഐഡൻറ്റിറ്റി വരില്ലല്ലോ? ഇല്ല. പിന്നെ പോസിബിലിറ്റി ഈ ഐഡൻറ്റിറ്റിയോ വരാനാണ്. പക്ഷേ ഈ ഐഡൻറ്റിറ്റി വരുമോ? കാരണം എന്താ, ഈ ഐഡൻറ്റിറ്റി വരണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ലെഫ്റ്റ് സൈഡിലോട്ട് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ ഐഡൻറ്റിറ്റിയുടെ റൈറ്റ് സൈഡ് നോക്കിയിട്ടാണ് ഒരു കൺക്ലൂഷൻ നമ്മൾ ആദ്യം എത്തുക, എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് പോവുള്ളൂ. നിങ്ങൾക്ക് പലർക്കും തോന്നും എന്തുകൊണ്ടാണ് സാർ റൈറ്റ് സൈഡിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ടേംസ് എണ്ണാൻ പറഞ്ഞപ്പോൾ സാർ എന്താ റൈറ്റ് സൈഡിൽ എണ്ണി, അങ്ങനെ പല സംശയങ്ങളും നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് കൊണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇമ്പോർട്ടൻസ് റൈറ്റ് സൈഡിന് കൊടുത്തിട്ടാണ് എല്ലാം ചെയ്യുക, എന്നിട്ടാണ് പിന്നെയാണ് ലെഫ്റ്റ് സൈഡിലോട്ട് പോവുക. അപ്പോൾ ഇതിൽ എത്ര ടൈമുണ്ട്? ക്വസ്റ്റ്യനിൽ 3 ടൈമുണ്ട്, ഇവിടെ 2 ടൈമുള്ളൂ. ഈ ഐഡൻറ്റിറ്റി അല്ല. ഈ ഐഡൻറ്റിറ്റിയിൽ 3 ടൈമുണ്ട്, ഈ ഐഡൻറ്റിറ്റിയിൽ 3 ടൈമുണ്ട്. അപ്പം ഇതാകാം ഈ പ്രോബ്ലത്തിൽ വരുന്ന ഐഡൻറ്റിറ്റി. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ എല്ലാം പ്ലസ് ആണ്, ഈ ഐഡൻറ്റിറ്റിയിൽ ഒന്ന് മൈനസ് അല്ലേ? അപ്പോൾ ഈ ഐഡൻറ്റിറ്റി വരില്ലല്ലോ. എല്ലാം പ്ലസ് ഉള്ള ഈ ഐഡൻറ്റിറ്റി അല്ലേ വരിക? അപ്പോൾ ആ ഐഡൻറ്റിറ്റി റൈറ്റ് സൈഡിൽ എഴുതാം. പറഞ്ഞോളൂ, അതാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ട ഐഡൻറ്റിറ്റി. പറഞ്ഞോളൂ, വിച്ച് ഈസ് ദാറ്റ് ഐഡൻറ്റിറ്റി? a + b ² = കഴിഞ്ഞോ? a² അപ്പോൾ നമ്മൾ ആ ഐഡൻറ്റിറ്റി, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഐഡൻറ്റിറ്റി, എന്തുകൊണ്ടാണ് ആ ഐഡൻറ്റിറ്റി വരിക നിങ്ങൾക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ആ ഐഡൻറ്റിറ്റി നമ്മൾ റൈറ്റ് സൈഡിലോട്ട് എഴുതി വെക്കുന്നു. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം നന്നായി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ക്വസ്റ്റ്യനും മനസ്സിലാവും. സോ ഐഡൻറ്റിറ്റി എഴുതുന്നു, a² + 2ab + b². നിങ്ങൾ ശ്രദ്ധിക്കുക, മാക്സിമം നന്നാക്കിയിട്ടാണ് പറഞ്ഞു തരുന്നത്. എനിക്ക് റിപ്പീറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, കൂടെ ഞാൻ ഓരോന്ന് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഐഡൻറ്റിറ്റി നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഐഡൻറ്റിറ്റി ഇത് തന്നെയാണെന്ന് നമുക്ക് ഇപ്പോഴും 100% പറയാൻ പറ്റില്ല. പക്ഷേ വരാൻ സാധ്യതയുള്ള ഒരു 99.9% ഇത് ഈ ഐഡൻറ്റിറ്റിക്ക് തന്നെയാണ് സാധ്യത. ഓക്കെ, ഇനി നമ്മൾ നോക്കാം, ഈ ഐഡൻറ്റിറ്റിക്കാണ് വരാനുള്ള സാധ്യത എന്ന് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഈ പ്രോബ്ലത്തിനെ ഈ രീതിയിലോട്ട് നിങ്ങൾ മാറ്റി എഴുതാൻ ശ്രമിക്കണം. ഇപ്പം ഈ പ്രോബ്ലം
ഓൾമോസ്റ്റ് ഈ രീതിയിലാണുള്ളത്. ഞാൻ പറഞ്ഞു ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കണ്ട, റൈറ്റ് സൈഡിലോട്ട് നോക്കുക. ഈ ഐഡൻറ്റിറ്റിയാണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് ആദ്യം ഒരു ക്ലിക്ക് കിട്ടി. ഇനി അടുത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻ എനിക്ക് എങ്ങനെയെങ്കിലും ഈ രീതിയിലോട്ട് മാറ്റി എഴുതണം. കാരണം എന്താണ്? ഈ രീതിയിലോട്ട് മാറ്റി എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഐഡൻറ്റിറ്റിയിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ ഐഡൻറ്റിറ്റി ഉപയോഗിക്കണമെങ്കിൽ ഈ പ്രോബ്ലത്തെ ആദ്യം ഈ രീതിയിലോട്ട് കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ ഈ ഐഡൻറ്റിറ്റി a+b² മാറ്റി എഴുതും. ചെറിയ സംശയം ഉണ്ടാകും കേൾക്കുമ്പോൾ, പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രോബ്ലത്തെ ഈ റൈറ്റ് സൈഡിൻ്റെ ഫോർമാറ്റിലോട്ട് മാറ്റി എഴുതാം. എങ്ങനെ എഴുതാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ a² എന്ന് പറഞ്ഞാൽ എന്തെന്ന് തന്നെയാണ്? a² എന്ന് തന്നെ എഴുതാം. കാരണം a² എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് കിടക്കുന്നത്. എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനെ ഈ ഫോർമാറ്റിലോട്ട് മാറ്റി എഴുതാം. ഈ ഫോർമാറ്റിലോട്ട് മാറ്റി എഴുതണമെങ്കിൽ ആദ്യം a² ഫോർമാറ്റ് വരണം. അതുതാ ഒരു സംതിങ് സ്ക്വയർ തന്നെയല്ലേ ഇവിടെ ഉള്ളത്, a² അത് തന്നെയല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് മാറ്റി എഴുതേണ്ട കാര്യമില്ല. അടുത്തത് 8 എഴുതണം. അതിനു മുമ്പ് ഞാൻ 16നെ ലാസ്റ്റത്തെ ടൈം 16നെ എങ്ങനെയാണ് വരേണ്ടത്? ഒരു b². ലാസ്റ്റത്തെ ടൈം ഇവിടെ b² ആണല്ലോ. അപ്പോൾ 16നെ ഒരു b² എന്ന് പറയുന്ന ഒരു ഫോമിലോട്ട് വരണം. അതായത് 16നെ ഒരു b² എന്ന് വെച്ചാൽ സംതിങ് സ്ക്വയർ ആയിട്ട് നമ്മൾ എഴുതണം. 16നെ ഏതിൻ്റെ സ്ക്വയർ ആയിട്ട് എഴുതാം? 4² എന്ന് എഴുതിക്കൂടെ? 16നെ എന്തെന്ന് എഴുതാം? 4². മനസ്സിലായോ? യെസ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, a² ആ ഫോർമാറ്റിൽ നമ്മൾ അതുപോലെ എഴുതി. 16നെ നമുക്ക് b² ഫോർമാറ്റിൽ എഴുതാൻ വേണ്ടി ഞാൻ 4² എന്ന് എഴുതി, സംതിങ് സ്ക്വയർ എന്ന് എഴുതി. ഇനി നടുക്കുള്ളത് എന്താണ്? 2ab ആണ് നടുക്ക് ഉള്ളത് അല്ലേ? അപ്പം ഈ 8നെ എനിക്ക് എന്തെന്ന് എഴുതണം? 2ab ഫോർമാറ്റിൽ എഴുതണം. അപ്പം എനിക്ക് 8നെ 2ab ഫോർമാറ്റിൽ എഴുതാൻ പറ്റുമോ നോക്കാം. 2ab ഫോർമാറ്റിൽ എഴുതണമെങ്കിൽ ആദ്യം 2 എഴുതണം, പിന്നെ a എഴുതണം, പിന്നെ b എഴുതണം. അപ്പോൾ ആദ്യം ഞാൻ 2 എഴുതി, പിന്നെ a എഴുതണം. a എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെയുള്ള സാധനമാണ് a. അതായത് നമ്മുടെ ഇവിടെയുള്ള സാധനം എന്താണ്? a തന്നെയാണ്. ഇൻറ്റു ഇനി എന്താ എഴുതേണ്ടത്? b എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ളതാണ് b. നമ്മുടെ b എന്താ? നമ്മുടെ ഇവിടെ ഉള്ളത് 4ആണ്. അപ്പം 2a × 2ab എന്നുള്ളത് നടുക്ക് ശരിക്കും 2ab എന്നുള്ളത് നമ്മുടെ ഇതിലോട്ട് വരുമ്പോൾ 2 × a × 4 എന്നാവും. കാരണം നമ്മുടെ b 4 ആണ്. ഇപ്പം നിങ്ങൾ നോക്കി, ഈ ക്വസ്റ്റ്യൻ തന്നെയല്ലേ ഇതെന്ന് നിങ്ങൾ നോക്കി. a² തന്നെ, 4² എന്ന് പറഞ്ഞാൽ 16 തന്നെയാണ്. 2 × 4 എന്താ? 8 തന്നെയല്ലേ ഇതിൻ്റെ അർത്ഥം. അതായത് ഇത് തന്നെ. അതായത് ക്വസ്റ്റ്യൻ ഞാനൊന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് എഴുതിയെന്ന് മാത്രം, ഒരു മാറ്റവും വന്നിട്ടില്ല. നിങ്ങൾ മാറ്റം വന്നു ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം, മനസ്സിലിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം എന്താ സംഭവിച്ചത്? ഇപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഈ ഫോമിലോട്ട് മാറ്റി എഴുതി. നിങ്ങൾ നോക്കിയേ, ഈ ഫോം എന്താ? a² + 2ab + b². ഇതാ ഇവിടെ ഒരു a² ഉണ്ട്, പിന്നെ ഇവിടെ 2 × a × b, ഇതായത് b² ആണ്. ഈ ഫോർമാറ്റിലോട്ട് വന്നു കഴിഞ്ഞു. ഈ ഫോർമാറ്റിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ അതിനെ എന്തെന്ന് എഴുതാം? a+b² എന്ന് എഴുതാം. കാരണം a² + 2ab + b² ഫോർമാറ്റിൽ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അതിനെ എന്തെന്ന് എഴുതാം? a+b² എന്ന് എഴുതാം. സോ a+b² എന്ന് എഴുതാൻ പോകട്ടെ. ഞാൻ a+b² എഴുതണമെങ്കിൽ ആദ്യം a എഴുതണം. നമ്മുടെ a എന്താ? a തന്നെ, പ്ലസ് പിന്നെ b എഴുതണം. ഈ b എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെയുള്ള സാധനമാണ് b. നമ്മുടെ ഇവിടെയുള്ള സാധനം 4ആണ്. സോ a+b പിന്നെ (²). ഇതാ, സോ ഇതാണ് ഇതിൻ്റെ ഫാക്ടറൈസേഷൻ. സോ a² + 8a + 16നെ a+4² എന്ന് എഴുതാം. അഥവാ x² എന്ന് പറഞ്ഞാൽ എന്താ? x × x എന്നല്ല അർത്ഥം. അതുപോലെ തന്നെ a+4² എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? a+4 × a+4. ഇപ്പോൾ y² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ y × y എന്ന് എഴുതില്ലേ, അതുപോലെ തന്നെ a+4² എന്ന് വെച്ചാൽ a+4 × a+4. സോ ഈ സാധനത്തിനെ ഞാൻ സംതിങ് ഇൻറ്റു സംതിങ് ആക്കി എഴുതി. അതായത് ഇതിനെ ഞാൻ ഫാക്ടറൈസേഷൻ ചെയ്തു. ചെറിയ സംശയം ഉണ്ടാവും, ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് നമ്മൾ അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ക്ലിയർ ആവും. സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഈ 3 ഐഡൻറ്റിറ്റിയിൽ ഏത് ഐഡൻറ്റിറ്റിയാണ് ഉപയോഗിക്കാമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ഐഡൻറ്റിറ്റി പരിശോധിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഐഡൻറ്റിറ്റിക്കാണ് പോസിബിലിറ്റി. അതിന് ഇനി ഞാൻ പറയുന്നില്ല, ഞാനത് എങ്ങനെയാണ് ഐഡൻറ്റിറ്റി എടുത്തതെന്ന് ഉള്ള കാരണമൊക്കെ ഞാൻ പറഞ്ഞു. ആ ഐഡൻറ്റിറ്റി എഴുതി. ഇനി എൻ്റെ ടാസ്ക് ഇത്ര മാത്രമേ ഉള്ളൂ, ഇതിനെ ഞാൻ ഈ ഫോർമാറ്റിൽ എഴുതണം. ഓക്കെ, അപ്പം ആദ്യം എനിക്ക് a² എഴുതണം. ഇവിടെ a² തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇനി അതിന് മാറ്റേണ്ട കാര്യമില്ല. പിന്നെ നടുക്കത്തെ ടൈം എഴുതാൻ എനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഞാൻ അവസാനത്തെ ടൈമിന് ഒന്ന് നടുക്കത്തെ സ്പേസ് ലീവ് ചെയ്തിട്ട് അവസാനത്തെ ടൈം 16. 16ന് എങ്ങനെ എഴുതണം? ഒരു b² ഫോർമാറ്റിൽ എഴുതണം. അപ്പോൾ 16നെ 4² എന്ന് എഴുതി, കാരണം 4² 16 ആണ്. b² ഫോർമാറ്റ് എന്ന് വെച്ചാൽ സംതിങ് സ്ക്വയർ ആക്കി എഴുതിയാൽ മതി. എഴുതി. എന്നിട്ട്
നടുക്കത്തതിനെ 2AB ഫോർമാറ്റിൽ എഴുതണം. അപ്പോൾ 2 വേണം, A വേണം, B വേണം. ഇപ്പോൾ 2 ഇട്ടു, A നമ്മുടെ A എന്ന് പറഞ്ഞാൽ A തന്നെയാണ്, നമ്മുടെ B എന്ന് പറഞ്ഞാൽ പക്ഷേ 4 ആണ്. അപ്പോൾ നിങ്ങൾ ഇനി ഇത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പം ഇത് തന്നെ കിട്ടുന്നുണ്ട്. ഇത് മനസ്സിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതായത് ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഈ ഫോർമാറ്റിലോട്ട് മാറിക്കഴിഞ്ഞു. ആ ഫോർമാറ്റിലായി. ആ ഫോർമാറ്റിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഐഡൻറ്റി ഉപയോഗിക്കാം. എന്താണത്? A+B². സോ A+B² എഴുതി ഇതിന്. സോ ദിസ് ഈസ് വാട്ട് ഈസ് ഫാക്ടറൈസേഷൻ. ഷാൾ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഒരു 60% നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾക്ക് 100% മനസ്സിലാവും. ഓക്കെ, സോ അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, ദിസ് ഈസ് അവർ ക്വസ്റ്റ്യൻ. ആദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഞാൻ പറയാം. ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഫാക്ടറൈസ്. യു ക്യാൻ റൈറ്റ് ദിസ് ക്വസ്റ്റ്യൻ. ഫാക്ടറൈസ് 4x² - 8x + 4. അതിനുശേഷം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്. ഈ 3 ടേമിലും കൂടെ കോമൺ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം നിങ്ങൾ ആലോചിക്കണം. അത് മസ്റ്റായിട്ട് ആലോചിക്കണം. എന്നിട്ടേ നിങ്ങൾ ബാക്കി എന്തും ചിന്തിക്കാവുള്ളൂ. ആദ്യം നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താണ്? ഇത് 3ലും കൂടെ എന്തെങ്കിലും കോമൺ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് ആലോചിക്കുക. ഇതിന് 3ലും കൂടെ ഏതാ കോമൺ ഉള്ളത്? ആലോചിക്കുക. 4x²ലും 8xലും 4ലും കൂടെ ഏതാ കോമൺ? ഈ 3ലും കൂടെ ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. യെസ്, 4 ഈസ് കോമൺ. കാരണം 4ൻ്റെ ഫാക്ടറാണ് 4, 8ൻ്റെയും ഫാക്ടറാണ് 4, പിന്നെ ഒരു 4 ഉണ്ട്, അതിൻ്റെയും ഫാക്ടറാണ് 4. അതായത് 3ലും കൂടെ ഈ 4ലും 8ലും 4ലും കൂടെ കോമൺ ആയിട്ട് വരുന്നൊരു ഫാക്ടറാണ് 4. 4ന് ഔട്ട്സൈഡ് എടുത്തു. ഈ ടൈമിൽ നിന്ന് 4 ഔട്ട്സൈഡ് എടുത്താൽ പിന്നെ ബാക്കി x², പിന്നെ ഈ സൈനസ്. അതുപോലെ ഈ 8ൽ നിന്ന് 4 ഔട്ട്സൈഡ് എടുത്ത് കഴിഞ്ഞാൽ എന്താ വരിക? 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 അല്ലേ വരിക? അപ്പോൾ 8ൽ നിന്ന് 4 ഔട്ട്സൈഡ് എടുത്താൽ 2 വരിക. x കൂടെ ഉണ്ടാവും. അതുപോലെ പ്ലസ് 4ൽ നിന്ന് 4 ഔട്ട്സൈഡ് എടുത്താൽ പിന്നെ ഒന്നുമില്ലെങ്കിൽ 0 എഴുതാൻ പറ്റില്ല, 1 എഴുതണം. ഇപ്പോൾ ഇതാണ് കിട്ടിയത്. 4 × x² - 2x + 1 വരെ നമ്മളെത്തി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി 4നെ പറ്റി ആലോചിക്കേണ്ട. ഇതിപ്പം ഫാക്ടറൈസേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പൂർത്തിയായി. അതായത് ഈ ക്വസ്റ്റ്യനെ ഞാൻ സംതിങ് ഇൻറ്റു സംതിങ് എഴുതി എന്ന് വെച്ച് ഫാക്ടറൈസേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ടേമാണ്. അതിന് നമ്മളൊന്ന് ഫാക്ടറൈസേഷൻ ചെയ്യണം. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ വലിയ ടേമിന് നമ്മൾ വീണ്ടും ഒന്ന് ഫാക്ടറൈസേഷൻ ചെയ്യണം. അതാണ് അതിൻ്റെ റൂള്. അപ്പോൾ ഈ പുറത്ത് കിടക്കുന്ന 4നെ പറ്റി നിങ്ങൾ ഇനി ആലോചിക്കേണ്ട. ഉള്ളിലിരിക്കുന്ന ഈ നമ്പറിനെ എങ്ങനെ ഫാക്ടറൈസേഷൻ ചെയ്യാമെന്ന് നോക്കണം. അപ്പോൾ ഇതിനെ ഫാക്ടറൈസേഷൻ ചെയ്യണമെങ്കിൽ ഇതിന് 3ലും കൂടെ കോമൺ ഉണ്ടോ? ഇല്ല. ഇത് 4 ടൈം ഉണ്ടോ? ഇല്ല. അപ്പോൾ 4 ടൈം ഉണ്ടെങ്കിൽ റീഗ്രൂപ്പിംഗ് പറ്റുള്ളൂ. ഇതിൽ 3 ടൈം ഉണ്ട്, 3ലും കോമൺ ഇല്ലാത്തതുകൊണ്ട് സാധാരണ മെത്തേഡൊന്നും പറ്റില്ല. അപ്പോൾ ഐഡൻറ്റിറ്റിയാണ് പറ്റുള്ളൂ എന്ന് മനസ്സിലായി. ഇവിടെ ഞാൻ പറഞ്ഞു ഈ 4നെ പറ്റി നിങ്ങൾ ആലോചിക്കേണ്ട. ഈ കുറച്ച് വലിയ ടൈമിന് ഒന്ന് ഫാക്ടറൈസേഷൻ ചെറുതാക്കണം നമ്മൾ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലായി ഐഡൻറ്റിറ്റി ഉപയോഗിക്കാനേ നിവർത്തിയുള്ളൂ. അപ്പോൾ ഐഡൻറ്റിറ്റി ഉപയോഗിക്കണമെങ്കിൽ ഏതൊക്കെ ഐഡൻറ്റിറ്റി നമ്മുടെ കയ്യിലുള്ളത്? A+B² = A² + 2AB + B². Then A - B² = A² - 2AB + B². Then A² - B² A + B × A - B = A²- B². എന്നിട്ട് ഇതിൽ എത്ര ടേം ഉണ്ട്? ഇതാണ് നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യേണ്ടത്. 3 ടേം, ഇവിടെ മൈനസും ഉണ്ട്. അപ്പോൾ ഏത് ഐഡൻറ്റിറ്റിയാണ് വരിക? 3 ടേമും മൈനസും വരുന്ന ഐഡൻറ്റിറ്റി ഇതല്ലേ? അപ്പോൾ ഏത് ഐഡൻറ്റിറ്റി ആയിരിക്കും നമുക്ക് അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്? ആ ഐഡൻറ്റിറ്റി റൈറ്റ് സൈഡിൽ വൃത്തിയായിട്ട് എഴുതുക. ഏത് ഐഡൻറ്റിറ്റിയാണ് വരിക? A - B² = A² - 2AB + B² എന്നുള്ള ഐഡൻറ്റിറ്റിക്കുള്ള പോസിബിലിറ്റി മാത്രമേ ഈ ക്വസ്റ്റ്യനിലുള്ളൂ. ഇനി ഈ ഐഡൻറ്റിറ്റി അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യേണ്ട ഇതിനെ ഈ ഫോർമാറ്റിലോട്ട് വരുത്തണം. അപ്പോൾ അതിന് വേണ്ടി ശ്രമം. അപ്പോൾ 4 അതുപോലെ എഴുതുക. ഇതിനെയാണ് നമ്മളിനി ചെയ്യുന്നത്. അപ്പോൾ അതിനെ ചെയ്യണമെങ്കിൽ ഇതിനെ ഏത് ഫോർമാറ്റിലോട്ട് വരുത്തണം? നേരത്തെ പറഞ്ഞ പോലെ ഈ ഫോർമാറ്റിലോട്ട് വരുത്തണം. ആദ്യം A². ഇവിടുത്തെ ടേം എന്താ? x². അപ്പം x² എന്നുള്ളതിനെ നമ്മൾ ഏത് ഫോർമാറ്റിലോട്ട്? A² എന്നുള്ള ഫോർമാറ്റിലോട്ട് വരുത്തണം. എന്താ x² എന്ന് പറഞ്ഞാൽ സംതിങ് സ്ക്വയർ ഫോർമാറ്റിൽ തന്നെയല്ലേ x² കിടക്കുന്നത്. അപ്പോൾ x²നെ x² തന്നെ എഴുതിയാൽ മതി. x²നെ A² ഫോർമാറ്റിലോട്ട് വരുത്തണം എന്ന് പറഞ്ഞാൽ അർത്ഥം x²നെ സംതിങ് സ്ക്വയർ ആയിട്ട് എഴുതണമെന്ന്. x² എന്ന് പറഞ്ഞാൽ സംതിങ് സ്ക്വയർ ആയിട്ട് തന്നെയല്ലേ കിടക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ അതിനെ വീണ്ടും എഴുതേണ്ട കാര്യമില്ല. പിന്നെ നടുക്കത്തെ ടൈം എഴുതണം. അതിനു മുമ്പ് ഞാൻ അവസാനത്തെ ടൈം എഴുതണം. അവസാനത്തെ ടൈം എന്താണ്? +B². സോ പ്ലസ് നമ്മുടെ ടൈം എന്താ? 1. 1നെ ഏത് രീതിയിലോട്ട് എഴുതണം? അതായത് നടുക്കത്തെ ടൈമിന് ഞാൻ എഴുതാം. അതിനു മുമ്പ് ഞാൻ അവിടെ സ്പേസ് ലീവ് ചെയ്തു. ഓക്കെ, ഈ മൈനസ് നമുക്കിവിടെ ഇറക്കി എഴുതാം. ഈ പ്ലസ് ഞാൻ എഴുതി. ഈ നടുക്കത്തെ ടൈമിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അവസാനത്തെ ടൈം 1 ആണ്. ഈ 1നെ ഏത് ഫോർമാറ്റിലോട്ട് മാറ്റണം?
ബി സ്ക്വയർ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുന്നു, എക്സ് സ്ക്വയറിന് നമ്മൾ എ സ്ക്വയർ ഫോർമാറ്റിലോട്ട് മാറ്റി, അതുപോലെ തന്നെ എഴുതി. ലാസ്റ്റത്തെ ടൈം 1, അതിന് ഏത് ടൈം ഫോർമാറ്റിലോട്ട് മാറ്റണം? ബി സ്ക്വയർ അല്ലെങ്കിൽ സംതിങ് സ്ക്വയർ ആയിട്ട് എഴുതണം. 1നെ എങ്ങനെയാണ് സംതിങ് സ്ക്വയർ ആക്കി എഴുതാം? 1 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ, കാരണം 1 സ്ക്വയർ എന്ന് വെച്ചാൽ 1 തന്നെയല്ലേ. അപ്പോൾ ആദ്യത്തെ ടൈമിന് എ സ്ക്വയർ ഫോർമാറ്റിൽ എഴുതി, രണ്ടാമത്തെ ടൈമിന് ഇതാ ബി സ്ക്വയർ ഫോർമാറ്റിൽ സംതിങ് സ്ക്വയർ. ഇനി നടുക്കുള്ളത് -2ab മൈനസ് ഇൻറ്റു 2 ഇൻറ്റു എ ബി. ഇനി -2ab അല്ലേ. നമ്മുടെ എ എന്താ? എ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സാധനം. നമ്മുടെ എ എന്താ? എക്സാ. എക്സ് ഇൻറ്റു നമ്മുടെ ബി എന്താ? ഇത് ബി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സാധനം. നമ്മുടെ ബി എന്താ? 1 ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പം എന്താ സംഭവിച്ചത്? നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കുക. എക്സ് സ്ക്വയർ തന്നെ എന്താണ്? 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1, 2x തന്നെ. 1 സ്ക്വയർ എന്ന് വെച്ചാൽ 1. അപ്പോൾ ഇതിനെ തന്നെ ഞാനൊന്ന് റീപ്ലേസ് ചെയ്ത് എഴുതി. എങ്ങനെ? ഇതിനെ ഞാൻ ഇപ്പം ഈ ഫോർമാറ്റിലോട്ട് മാറ്റി. കാരണം എന്താ? ആദ്യത്തത് എ സ്ക്വയർ, എ സ്ക്വയർ, പിന്നെ 2ab, 2ab പ്ലസ് ബി സ്ക്വയർ, ബി സ്ക്വയർ. ഓക്കെ. അതായത് ഇപ്പം ഈ ക്വസ്റ്റ്യനെ ഞാൻ ഈ ഫോർമാറ്റിലോട്ട് മാറ്റി എഴുതിയിരിക്കുന്നു ഇപ്പം. അതായത് ഇപ്പം ഈ ക്വസ്റ്റ്യൻ ഈ ഫോർമാറ്റിലോട്ട് മാറിയത് കൊണ്ട് ഇനി എനിക്ക് ഈ ഐഡൻറ്റിറ്റി ഉപയോഗിക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇതിനെ ഞാൻ വേറൊരു സാധനമായിട്ടല്ല മക്കൾ എഴുതിയേക്കുന്നത്. ഇത് തന്നെയാണ് ഇതും. നിങ്ങൾക്കൊന്ന് മനസ്സിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. പക്ഷേ ഇതെന്തായി ഇപ്പം? ഈ ഫോർമാറ്റിലോട്ട് വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് നടത്തിയത്. ഇപ്പം നിങ്ങൾ നോക്കി, 4 ഇൻറ്റു ഇപ്പോൾ ഇത് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിലായി. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ഫോർമാറ്റിലായി. അതിന് നമുക്ക് a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതായത് a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. നമ്മുടെ എ എന്താ? എക്സ് മൈനസ് എ മൈനസ് നമ്മുടെ ബി എന്താ? നമ്മുടെ ബി 1 ആണ്. എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ. സോ a മൈനസ് ബി ഹോൾ സ്ക്വയർ. സോ ദിസ് ഈസ് ദ ഫാക്ടറൈസേഷൻ ഓഫ് ദിസ് പോളിനോമിയൽ, ദിസ് ക്വസ്റ്റ്യൻ. 4 ഇൻറ്റു എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏറെക്കുറെയൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലൂടെ പൂർണ്ണമായിട്ടും മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം ഞാൻ ഐഡൻറ്റിറ്റി കണ്ടുപിടിച്ചു. ഈ ഐഡൻറ്റിറ്റി എനിക്ക് ഈ ക്വസ്റ്റ്യനിൽ ഈ ഐഡൻറ്റിറ്റി ഉപയോഗിക്കണമെങ്കിൽ ഈ രീതിയിലോട്ട് മാറ്റി എഴുതണം ആ ക്വസ്റ്റ്യനെ. അപ്പോൾ ഇതിനെ ഞാൻ ആ രീതിയിലോട്ട് മാറ്റി എഴുതാനാണ് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് നടത്തിയത്. 1 സ്ക്വയർ 1 തന്നെയാണ്, എക്സ് സ്ക്വയർ തന്നെയാണ്. 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1 എന്ന് വെച്ചാൽ 2x തന്നെയാണ്. അപ്പോൾ ഇത് മാറുന്നില്ല. ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതിയെന്ന് വെച്ചാൽ വേറൊരു സാധനമല്ല എഴുതുന്നത്. ഇതിനെ തന്നെ ഞാൻ ഈ ഒരു ഫോർമാറ്റിലോട്ട് കൊണ്ടുവന്നു മാത്രം. കാരണം ഈ ഫോർമാറ്റിലോട്ട് കൊണ്ടുവന്നാലേ ഈ ഐഡൻറ്റിറ്റി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആ ഫോർമാറ്റിലായപ്പം ഞാൻ ആ ഐഡൻറ്റിറ്റി ഉപയോഗിച്ചു. a മൈനസ് ബി ഹോൾ സ്ക്വയർ. 4 പുറത്ത് അതുപോലെ. ഓക്കെ. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു അടുത്ത ക്വസ്റ്റ്യനിലൂടെ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടേണ്ടതാണ്. ഓക്കെ. സോ ദിസ് ഈസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുറച്ച് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞു, നോട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളതൊന്ന് മെൻഷൻ ചെയ്യണം. എനിക്ക് നിങ്ങളിങ്ങനെ നോട്ട് മനസ്സിലായെന്നോ അല്ല എന്തെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യാണ്ട് നിങ്ങൾ നോട്ട് എനിക്ക് അയച്ചു തരണ്ട. നിങ്ങൾക്ക് സൗകര്യമുള്ളവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. നിങ്ങൾ നോട്ട് എനിക്ക് അയച്ചു തരുവാണെങ്കിൽ അതിൽ മെൻഷൻ ചെയ്യണം, സാർ വി അണ്ടർസ്റ്റുഡ് ദിസ് വൺ, വി അണ്ടർസ്റ്റുഡ് ദ പ്രോബ്ലംസ് വിച്ച് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ ദ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് നോട്ട് അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ആയെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതണം, സാർ വി നോട്ട് അണ്ടർസ്റ്റുഡ് ദ ക്വസ്റ്റ്യൻ, ഐ ഹാവ് ഡൗട്ട്സ് ഇൻ സം ക്വസ്റ്റ്യൻ, ഐ വിൽ കോൾ യു ടു ക്ലിയർ ദ ഡൗട്ട്സ്. അങ്ങനെ എന്തെങ്കിലും ഒരു കമൻറ്റ് ടൈപ്പ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ നോട്ട് അയക്കാൻ. അല്ലെങ്കിൽ നോട്ട് അയച്ചിട്ട് അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്കത് മനസ്സിലായോ ഇല്ലയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് ഡൗട്ട് ഉണ്ടോ, അല്ലെങ്കിൽ എല്ലാം മനസ്സിലായോ എന്നുള്ളത് കാര്യങ്ങളൊക്കെ നിങ്ങളവിടെ കമൻറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ. അങ്ങനെ നോട്ട് അയക്കാനാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ വളരെ കുറച്ച് കുട്ടികൾ അയച്ചിട്ടുള്ളൂ. ഞാൻ എന്ത് ചെയ്യുന്ന പറയും, വെറുതെ ഡിലീറ്റ് അങ്ങ് അടിച്ചു കളയും. ഞാൻ നോക്കുന്നില്ല നോട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ, ഞാനുണ്ടാക്കിയ ഗ്രൂപ്പല്ലേ അത്, എൻ്റെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് തോന്നിയ പോലെ അയക്കാൻ പറ്റില്ല. ഞാനാണ് അതിൻ്റെ അഡ്മിൻ, എൻ്റെ ഗ്രൂപ്പാണത്. സോ അതിലോട്ട് നോട്ട് അയക്കുമ്പോൾ വൃത്തിയായിട്ട് അയക്കുക, ഞാൻ പറയുന്ന രീതിയിൽ അയക്കുക. ഓക്കെ. അപ്പോൾ ഈ നോട്ട് അയക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു എല്ലാ കുട്ടികളും അവർക്ക് എന്ത് മനസ്സിലായി അല്ലെങ്കിൽ മനസ്സിലായില്ല എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യും. നിങ്ങളുടേത് ലാംഗ്വേജിൽ മെൻഷൻ ചെയ്യാം. സോ ദിസ് ഈസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിനെ ഫാക്ടറൈസേഷൻ ചെയ്യണം. അപ്പോൾ അതിനെ ഫാക്ടറൈസേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, ബ്രാക്കറ്റിന് പുറത്തൊരു സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ഈ ബ്രാക്കറ്റ് സിംപ്ലിഫൈ ചെയ്യണം. എങ്ങനെയാണ് ബ്രാക്കറ്റ് സിംപ്ലിഫൈ? ഇത് ഏത് ഫോർമാറ്റിലുള്ളത്? സംതിങ് പ്ലസ് സംതിങ് ഓൾ സ്ക്വയർ. അതായത് ഇത് ഏത് ഫോർമാറ്റിലുള്ളത്? ഇത് a പ്ലസ് ബി ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഫോർമാറ്റല്ല. എന്താണ് a പ്ലസ് ബി ഓൾ സ്ക്വയർ? എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ആൾജിബ്രായിക് എക്സ്പ്രഷൻസ് ആൻഡ് ഐഡൻറ്റിറ്റീസിൽ നമ്മൾ പഠിച്ചതാണ് എങ്ങനെ a പ്ലസ് ബി ഓൾ സ്ക്വയർ എന്നുള്ള സാധനത്തിന് എക്സ്പാൻഡ് ചെയ്യണം. a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. സോ l പ്ലസ് m ഓൾ സ്ക്വയർ ഈ ഐഡൻറ്റിറ്റി വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ ആദ്യം a സ്ക്വയർ, അതായത് നമ്മുടെ ഇവിടെ l സ്ക്വയർ ആണ് എഴുതുക. കാരണം l ആണല്ലോ എൻ്റെ, ഇതാണ് എൻ്റെ സ്ഥാനത്ത്, ഇതാണ് ബീൻ്റെ സ്ഥാനത്ത്. സോ a പ്ലസ് ബി ഓൾ സ്ക്വയർ ആണ്. അപ്പം അല്ലേ, a പ്ലസ് ബി ഓൾ സ്ക്വയർ. സോ a സ്ക്വയർ പ്ലസ് അടുത്തത് 2ab ആണ്. സോ 2 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ l, b m 2lmi അല്ലേ, 2ab
പ്ലസ് പിന്നെ എന്താണ് എഴുതുന്നത് ബി സ്ക്വയർ ആണ്. നമ്മുടെ ബി സ്ക്വയർ എന്ന് വെച്ചാൽ എം ആണ് നമ്മുടെ വരുന്നത്. സോ എം സ്ക്വയർ എന്നിട്ട് -4 എല്ലാം എഴുതാം. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഈ എൽ സ്ക്വയർ അതുപോലെ വരും, ഈ -4 എല്ലാം അതുപോലെ എഴുതി, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതെന്താ 2lm, ഇതെന്താ -4lm. എന്താണ് 2lm -4lm? 2lm -4lm എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിലും എല്ലാം ഉണ്ട്, ഇതിലും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം എഴുതുക. എന്താണ് 2 - 4? -2. സോ ഇറ്റ്സ് ആൻസർ ഈസ് -2lm. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ -2lm ആണ്. പിന്നെ ബാക്കിയുള്ളത് എം സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾ നമ്മൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ഈ കോലത്തിലാക്കി. ഇനിയാണ് നമ്മൾ ഇതിനെ ഫാക്ടറൈസേഷൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഇതിനെ ഫാക്ടറൈസേഷൻ ചെയ്യണം എന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതെന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതിനെ ഫാക്ടറൈസേഷൻ ചെയ്യുന്നതിന് പകരം ഇനി ഇതിനെ ഫാക്ടറൈസേഷൻ ചെയ്താൽ മതി. ഇതിനെ ഫാക്ടറൈസേഷൻ ചെയ്യണമെങ്കിൽ ഏത് ഐഡൻറ്റിറ്റിയാണ് ഉപയോഗിക്കുക? ആലോചിച്ച് നോക്കുക. നമുക്ക് 3 ഐഡൻറ്റിറ്റി ഉണ്ട്. അതിൽ ഏത് ഐഡൻറ്റിറ്റിയാണ് വരിക? 3 ടേമും ഇവിടെ മൈനസും വരുന്ന ഒരേ ഒരു ഐഡൻറ്റിറ്റി ഉള്ളൂ, നമ്മൾ നേരത്തെ പഠിച്ച ഐഡൻറ്റിറ്റി അല്ലേ? ഈ ഐഡൻറ്റിറ്റി അല്ലേ വരിക? ഇതല്ലേ നമുക്കവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതെ, ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ സാധനം ഏത് ഫോർമാറ്റിൽ വരണം? ഈ ഫോർമാറ്റിൽ വരണം. പക്ഷെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ അറിയാം, ഈ സാധനം ഇപ്പോൾ ഈ ഫോർമാറ്റിൽ തന്നെയല്ലേ കിടക്കുന്നത്. ഈ ഐഡൻറ്റിറ്റി അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഈ ഫോർമാറ്റിലോട്ട് വരണം. ഈ ഐഡൻറ്റിറ്റി ആണെന്ന് എങ്ങനെയാണ് മനസ്സിലായത്? ഇതാ 1 2 3 ടൈം ഇവിടെ മൈനസും പ്ലസും വരുന്നെങ്കിൽ ഇതാ 1 2 3 ഇവിടെ മൈനസും പ്ലസും വരുന്നെങ്കിൽ ഈ ഐഡൻറ്റിറ്റിയാണ് വരിക. ഓക്കെ, ഇനി ഈ ഐഡൻറ്റിറ്റി അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ഫോർമാറ്റിലോട്ട് ഇതിനെ കൊണ്ടുവരണം. പക്ഷേ ബൈ ലക്ക് ഇത് ഓൾറെഡി ഈ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. നോക്കിയേ, ആദ്യം എ സ്ക്വയർ ആണ് വരേണ്ടത്, ഇതാ എൽ സ്ക്വയർ. പിന്നെ 2ab ആണ് വരേണ്ടത്, ഇതാ 2ab പ്ലസ് പിന്നെ ബി സ്ക്വയർ ആണ്. ബി സ്ക്വയറിന് വരെ എം സ്ക്വയർ. അപ്പോൾ സംതിങ് സ്ക്വയർ -2 ഇൻറ്റു സംതിങ് പ്ലസ് അതർ തിങ് സ്ക്വയർ അല്ലേ? ഏതോ ഒരു സാധനത്തിൻ്റെ സ്ക്വയർ. ഇതാ എ സ്ക്വയറിന് പകരം അതേപോലെ ഒരു സ്ക്വയറാണ് കിടക്കുന്നത്. പിന്നെ -2ab ആണ് കിടക്കേണ്ടത്. ഇതാ -2abക്ക് വരെ എല്ലാം അത്രയല്ലേ ഉള്ളൂ, പ്ലസ് പിന്നെ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എം സ്ക്വയർ. അപ്പോൾ ആ ഫോമിലോട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. സോ ഈ ഫോർമാറ്റിൽ ഓൾറെഡി ആയി. അതുകൊണ്ട് നമുക്കിനി ഈ ഐഡൻറ്റിറ്റി ഉപയോഗിക്കാം. സോ ഏതാണ് ഐഡൻറ്റിറ്റി? a - b ഹോൾ സ്ക്വയർ. സോ a - b ഹോൾ സ്ക്വയർ എന്നാണ് എഴുതേണ്ടത്. നമ്മുടെ a എന്താണ്? എൻ്റെ സ്ഥാനത്ത് എൽ ഉള്ളത്, എൽ മൈനസ് ബീൻ്റെ സ്ഥാനത്ത് എം ഉള്ളത് അല്ലേ? നോക്കി, ആദ്യത്തുള്ളതാണ് എ, അവസാനമുള്ളതാണ് ബി. സോ എല്ലാണ് നമ്മുടെ എ, ബി എം ആണ് നമ്മുടെ ബി. സോ a - b. സോ a - b പിന്നെ ഹോൾ സ്ക്വയർ. ഓക്കെ, L - m ഹോൾ സ്ക്വയറിന് നമുക്ക് L - m ഇൻറ്റു L - m എന്ന് എഴുതാം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? സംതിങ് ഇൻറ്റു സംതിങ് ആക്കി. സോ ദിസ് ഈസ് അവർ ഫാക്ടറൈസേഷൻ. യു മേ അണ്ടർസ്റ്റുഡ്, നോ? സോ ദിസ് ഈസ് ദ വേ ഓഫ് ഫാക്ടറൈസിങ് എ ക്വസ്റ്റ്യൻ ബൈ യൂസിങ് ഐഡൻറ്റിറ്റീസ്. ഐ തിങ്ക് you received a very good idea about this question, and some more questions are waiting for us. We are going to discuss that. By that you will get understood everything. Shall we move to the next question? സോ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. അപ്പം നിങ്ങൾക്ക് പിടുത്തം കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇതെങ്ങനെ ചെയ്യുമെന്ന്. ഒരുവിധം ഒരു ഐഡിയെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ബാക്കി നമ്മൾ ലീവ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അത് നിങ്ങൾ സ്വന്തമായി ട്രൈ ചെയ്യുക. ബേക്ക് സൈഡിൽ ആൻസർ ചെക്ക് ചെയ്യുക. ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്വാഡ്രോൺ, ഏറ്റവും നല്ലത് 80A സ്ക്വാഡ്രോണിൽ നിങ്ങളുടെ ഡൗട്ട് പോസ്റ്റ് ചെയ്യും. 1 2 കുട്ടികൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്കും അത് കണ്ട് പോസ്റ്റ് ചെയ്യാൻ തോന്നും. നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാക്കി നമുക്ക് ആ ഗ്രൂപ്പിനെ മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ഗ്രൂപ്പ് ഫോം ചെയ്തത്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നോക്കുക, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ, വെരി സിമ്പിൾ ഓൾസോ. ഫാക്ടറൈസ് 4p² - 9q². ദിസ് ഈസ് യുവർ ക്വസ്റ്റ്യൻ. ഫാക്ടറൈസ് 4p² - 9q². ഫാക്ടറൈസ് 4p² - 9q². റൈറ്റ് ദിസ് ക്വസ്റ്റ്യൻ. യു ജസ്റ്റ് കൺസിഡർ ദിസ് ക്വസ്റ്റ്യൻ. ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. 4p² ക്യാൻ യു റൈറ്റ് ഇറ്റ് ആസ് 2p ഹോൾ സ്ക്വയർ? വൈ? ബിക്കോസ് വാട്ട് ഈസ് 2 സ്ക്വയർ? 2 സ്ക്വയർ ഈസ് 4. ദെൻ യു നോ ab ഹോൾ സ്ക്വയർ ഈസ് നത്തിങ് ബട്ട് a സ്ക്വയർ b സ്ക്വയർ. അതുപോലെ തന്നെ 2p ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ p² എന്നാണ് വരിക. വാട്ട് ഈസ് 2 സ്ക്വയർ? 4. p² തന്നെ. അതായത് 4p² തീർച്ചയായിട്ടും 2p ഹോൾ സ്ക്വയർ എന്ന് 4p² നമുക്ക് 2p ഹോൾ സ്ക്വയർ എന്ന് മാറ്റി എഴുതാം. കാരണം 2ൻ്റെ സ്ക്വയർ ചെയ്താൽ 4 തന്നെ വരിക, pൻ്റെ സ്ക്വയർ ചെയ്താൽ p². അപ്പോൾ 4p² 2p ഹോൾ സ്ക്വയർ എന്ന് മാറ്റി എഴുതുന്നതിന് കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ 9q² എങ്ങനെ എഴുതാമെന്ന് പറയാൻ പറ്റുമോ? ക്യാൻ യു റീപ്ലേസ് 9q² ആസ് 3q ഹോൾ സ്ക്വയർ? വൈ?
സോ നിങ്ങൾ നോക്കാം, 4p² 2p² എന്ന് എഴുതി, 9q² 3q² എന്ന് എഴുതാൻ കാരണം എന്താ, 3ൻ്റെ സ്ക്വയറാണ് 9, q-ൻ്റെ സ്ക്വയറാണ് q². അപ്പം ഇത് തന്നെയാണ് ഞാൻ ഇങ്ങനെ എഴുതിയാലും അർത്ഥമാക്കുന്നത്. ഇതാണ് അതിന് മക്കളെ, ഇത്ര മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. 4നെ നിങ്ങൾക്ക് 2² എന്ന് എഴുതാൻ പറ്റില്ലേ? അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. 9നെ ഞാൻ 3², അപ്പം ഒരു ബ്രാക്കറ്റ് ഇട്ട് (² എന്ന് എഴുതി, അത്ര മാത്രമേ ഉള്ളൂ. മനസ്സിലായെന്ന് വിചാരിച്ചു. ഇതിൻ്റെ അർത്ഥം ഇത് തന്നെയാണെന്ന്. ഈ ചോദ്യം തന്നെയാണ് ഇതും. അതിനൊന്ന് റീപ്ലേസ് ചെയ്ത് എഴുതി. കാരണം ഇങ്ങനെ എഴുതാനുള്ള കാരണം എന്താണ് സാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി ഇതാണ്. ഇവിടെ നിങ്ങൾ ഏത് ഐഡൻറ്റിറ്റി ഉപയോഗിക്കാൻ പറ്റും? ഇത് ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്? ഇതിപ്പം (a² - b² എന്നുള്ള ഐഡൻറ്റിറ്റിയിലായില്ലേ? ഇതിനെ നിങ്ങൾ എ എന്ന് വിളിച്ചോളൂ. ഇത് നേരത്തെ പ്രോബ്ലമായിട്ട് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നേരത്തെ പ്രോബ്ലത്തിൽ 3 ടേം ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ എന്താണ്, ആകെ 2 ടേം ഉള്ളൂ. പിന്നെ ഇതിനെ നിങ്ങളൊരു എ എന്നും ഇതിനെ നിങ്ങൾ ബി എന്നും വിളിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ ദ ഫോം (a² - b² എന്നാവുന്നോ? It is in the form (a² - b²). What was (a² - b²)? (a² - b² was a plus b into a minus b. (a² - b² എന്ന് എവിടെ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിന് a plus b into a minus b എന്ന് റീപ്ലേസ് ചെയ്യാം. So I am going to replace like that. a plus b into a minus b. What is your a? 2p. So a plus b. b is 3q, no? So a plus b is over. Then a minus b. What is your a? 2p minus a plus b കഴിഞ്ഞാൽ പിന്നെ a minus b ആണ്. ഇതാ a plus b into a minus b. a minus b is 3q. Now it become in the form, since it was in the form (a² - b²), by using the identity (a² - b² is equal to a plus b into a minus b. That means whenever we see (a² - b²), we can replace it as a plus b into a minus b. So it is in the form (a² - b²). So now we have replaced it is in the form what, a plus b into a minus b. So this is the factorization. We have expressed this as something into something. (a² - b² നമ്മൾ a plus b into a minus b മാറ്റി ചെയ്തോടെ നമ്മൾ സംതിങ് ഇൻറ്റു സംതിങ് ആയിട്ട് എഴുതി ഫാക്ടറൈസേഷൻ കംപ്ലീറ്റ് ആക്കി. തിങ്ക് യു അണ്ടർസ്റ്റുഡ്? ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദിസ് ഈസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞു, എപ്പോഴും ഞാൻ നേരത്തെ തൊട്ടുമുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറയാൻ മറന്നുപോയതാണ്, ആദ്യം ഇതിൽ എന്തെങ്കിലും കോമൺ ഉണ്ടെങ്കിൽ അത് ഔട്ട് സൈഡ് എടുക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തണം. കോമൺ ഉണ്ടെങ്കിൽ അത് ഔട്ട് സൈഡ് എടുക്കാനുള്ള ശ്രമം നടത്തണം. ഇതിലും എക്സ് ഉണ്ട്, ഇതിലും എക്സ് ഉണ്ട്. സോ അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ രണ്ടിലും എക്സ് കോമൺ അല്ലേ? അപ്പോൾ ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ, ഫാക്ടറൈസ് എന്ന് പറഞ്ഞ് എഴുതുക. ഇതിൽ രണ്ടിലും എക്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു എക്സ് ഞാൻ ഔട്ട് സൈഡ് എടുക്കുന്നു. അപ്പോൾ 16x⁵5 എന്ന് ഒരു എക്സ് ഔട്ട് സൈഡ് എടുത്താൽ കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? 16x⁴ ഉണ്ടാവും. x⁵5 ഒരു എക്സ് ഔട്ട് സൈഡ് ഇടാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, 144x³ എന്ന് ഒരു എക്സ് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? 144x⁴2 ഉണ്ടാവും. 3 ഒരെണ്ണം പുറത്തല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, so it implies x into 16x⁴. How you can replace? Can you write it as 4x² ഇപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും, ഇതെന്തുകൊണ്ടാണ് സാർ 4x² എന്ന് എഴുതിയത്? എന്താണ് മക്കളെ 4² 16? x² എന്ന് പറഞ്ഞാൽ x⁴. അതായത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ 4x² റൈറ്റ് സൈഡിൽ നിന്ന് കണ്ടുപിടിച്ച് നോക്ക്. 4x² എന്ന് വെച്ചാൽ ആദ്യം 4നെ സ്ക്വയർ ചെയ്യുക, അപ്പോൾ 16 വരും. പിന്നെ x² സ്ക്വയർ ചെയ്യണം, അപ്പോൾ x⁴. ചുരുക്കം പറഞ്ഞാൽ 16x⁴ എനിക്ക് 4x² എന്ന് എഴുതുന്നതിന് പ്രശ്നമില്ല. അത് അങ്ങനെയാണെങ്കിൽ 144x² എങ്ങനെ എഴുതാൻ പറ്റും? 12x² എന്ന് എഴുതി കൂടെ? കാരണം എന്താ, 12ൻ്റെ സ്ക്വയറാണ് 144, എക്സിൻ്റെ സ്ക്വയർ x². ഇവിടെ x⁴ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. ഇവിടെ വെറുതെ x² ഉള്ളൂ, അതുകൊണ്ട് ഇത് മതി. 12x² എന്താണെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തേക്കുക റൈറ്റ് സൈഡിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുണ്ടല്ലോ, ഞാനൊരു കാര്യം പറയട്ടെ, ഒരു അധ്യാപകന് പൂർണ്ണമായിട്ടും നിങ്ങളെ മൊത്തം പഠിപ്പിച്ചു തരാൻ പറ്റില്ല. ഒരു ഐഡിയ ഉണ്ടാക്കുക, അതാണ് ഞാൻ ചെയ്തത്. നിങ്ങൾ സ്വന്തമായി മെനക്കെടണം. 12x² എന്ന് പറഞ്ഞാൽ എന്താ? 12ൻ്റെ സ്ക്വയർ 144, എക്സിൻ്റെ സ്ക്വയർ x². ഇതെന്താണെന്ന് വെച്ചാൽ മെനക്കെടലും പഠിപ്പിക്കലും ഒക്കെ ഞാൻ തന്നെയാണെന്ന് എനിക്കൊരു സംശയം ഉണ്ടല്ലോ. നിങ്ങളും കുറച്ച് നേരം മെനക്കെടുക. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത്, ഇതിങ്ങനെ വരുന്നതിന് കാരണം, അങ്ങനെയൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. സോ നമ്മൾ എന്താ ചെയ്തത്? ഇതിനെ നമ്മളിങ്ങനെ മാറ്റി എഴുതി. ഇപ്പോൾ നിങ്ങൾ നോക്കി, ഈ പുറത്തുള്ള എക്സ് അതുപോലെ എഴുതി. ഇതിപ്പോൾ ഏത് ഫോർമാറ്റിലായി? a² - b² ഫോർമാറ്റിലായില്ലേ? ഇതിനെ നിങ്ങൾ എ എന്ന് വിളിക്കൂ. നിങ്ങൾ നോക്കുക, ഈ സാധനമല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 4x² ഈ 16x⁴ ഇങ്ങനെ എഴുതിയതും ഇതിനെ ഇങ്ങനെ എഴുതിയതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയമുള്ള കുട്ടിക്ക് റൈറ്റ് സൈഡിൽ എഴുതി നോക്കാം. ഇപ്പോൾ നോക്കാം, ഇത് ഏത് ഫോർമാറ്റിലായി നോക്കി. ഈ പുറത്തുള്ള എക്സ് അതുപോലെ എഴുതി, ഉള്ളിലുള്ള കാര്യമാണ് പറയുന്നത്. ഇത് ഏത് ഫോർമാറ്റിലായി നോക്കി. ഇതിനെ നിങ്ങളൊരു എ എന്ന് വിളിക്കുക. അതായത് ഈ 4x² തന്നെ നിങ്ങൾ എ എന്ന് വിളിക്കുക. എന്തിനെ?
ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള 4x² തന്നെ നിങ്ങൾ എ എന്നും ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള 12x നിങ്ങൾ ബി എന്നും വിളിച്ചു കഴിഞ്ഞാൽ ഇത് ഏത് ഫോർമാറ്റിലായി? a² മൈനസ് b². എന്താണ് a² മൈനസ് b²? a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ a² മൈനസ് b² എന്നുള്ള ഫോർമാറ്റിലായതുകൊണ്ട് a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. സോ a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. അപ്പോൾ a പ്ലസ് ബി എന്ന് എഴുതണമെങ്കിൽ ആദ്യം a എഴുതണം. a എന്താണ് നമ്മുടെ? a ഇതാണ് 4x² ആണ് നമ്മുടെ a. പ്ലസ് ബി എന്താണ്? 12x. a പ്ലസ് ബി ആയി. ഇനി a മൈനസ് ബി. നമ്മുടെ a എന്താണ്? 4x². മൈനസ് ബി എന്താണ്? 12x. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളതാണ് a, ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളതാണ് b. സോ a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. സോ ദിസ് ഈസ് യുവർ ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് നോ? നമ്മൾ ആദ്യം ചെയ്ത് എക്സ് ഔട്ട്സൈഡ് എടുത്തു, ബാക്കിയൊക്കെ അതുപോലെ എഴുതി. അതിനുശേഷം നമ്മൾ ഇതിനെ ഈ രീതിയിലോട്ട് മാറ്റി എഴുതി. എങ്കിൽ മാത്രമേ a² മൈനസ് b² ഫോർമാറ്റിലോട്ട് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. സോ a² മൈനസ് b² ഫോർമാറ്റിലോട്ട് ഇവിടെയൊക്കെ നമ്മൾ അങ്ങനെ കേട്ടോ, ഈ a² മൈനസ് b² ഫോർമാറ്റിലോട്ട് വരാനാണ് ഇങ്ങനെ ബ്രാക്കറ്റും സ്ക്വയർ പുറത്തുമായിട്ട് എഴുതിയത് നമ്മളതിനെ. ഓക്കെ, എന്നിട്ട് അതിന് നമ്മൾ a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിയിലോട്ട് എഴുതി. സോ ഇത്രയും മതി നമുക്ക് ഇന്ന്. ഞാൻ കുറച്ചും കൂടെ ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിച്ചു. 35 മിനിറ്റായി, ഞാൻ ടയർഡായി. ഞാൻ സ്കൂളിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് പാരൻസൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് അടിച്ചു. രാവിലെ തുടങ്ങിയതാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്കറിയുമോ, നിങ്ങളോട് ഇതൊന്നും അറിയണം ചില കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. രാവിലെ 11:30 തുടങ്ങിയതാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ. ഈ വീഡിയോ ഇപ്പോൾ സമയം 1:15, എന്നിട്ടും എനിക്ക് 36-40 മിനിറ്റിൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് പാരൻസ് വരുമ്പോൾ പോസ്റ്റ് അടിക്കും, അവരോട് സംസാരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഓക്കെ, കഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളും കഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് വൈൽ യു ആർ സെൻഡിങ് നോട്ട്സ്, പ്ലീസ് മെൻഷൻ ദാറ്റ് വെദർ യു അണ്ടർസ്റ്റുഡ് ദ ടോപ്പിക്സ് ഓർ നോട്ട്. താങ്ക് യു. സ്റ്റേ സേഫ്. ബൈ. പ്രാക്ടീസ് വെൽ, ട്വൈസ് ഓർ ത്രൈസ്.